മാർച്ച് 16 വിശുദ്ധ ഹെറിബർട്ട് മെത്രാൻ 970 മുതൽ 1021 വരെ കാലഘട്ടം. വെയിംസിലെ ഹ്യൂഗോ പ്രഭുവിൻ്റെ മകനാണ് ഹെറിബർട്ട്. കത്തീഡ്രൽ സ്കൂളിൽ വിദ്യാഭ്യാസം നേടി. 994 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം വൈദികനായി. അനന്തരം ഓട്ടോ തൃതീയൻ്റെ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം സമർത്ഥനായി ജോലി ചെയ്തു. 999 കൊളോൺ ആർച്ച് ബിഷപ്പായി നിയമിതനായി. ചക്രവർത്തിയായിരുന്ന ഹെൻറി ദ്വിതീയൻ ആർച്ച് ബിഷപ്പിനെ കുറേ നാൾ തടവിൽ പാർപ്പിച്ചു. പിന്നീട് ചക്രവർത്തി തെറ്റ് മനസ്സിലാക്കി മാപ്പ് ചോദിച്ചുവെങ്കിലും മരണം വരെ കാര്യമായ സ്നേഹമൊന്നും ആർച്ച് ബിഷപ്പിനോട് പ്രകടിപ്പിച്ചില്ല. ആർച്ച് ബിഷപ്പാകട്ടെ തൻ്റെ കഴിവുപോലെ ചക്രവർത്തിയെ സഹായിച്ചും ശുശ്രൂഷിച്ചും പോന്നു. ലക്സംബർഗ് രാജകുടുംബവുമായി ഉണ്ടായിരുന്ന ചക്രവർത്തിയുടെ വഴക്ക് തീർക്കാൻ ആർച്ച് ബിഷപ്പ് തൻ്റെ സ്വാധീനം മുഴുവനും ഉപയോഗിക്കുകയുണ്ടായി. എങ്കിലും ആർച്ച് ബിഷപ്പ് മരിച്ച വർഷം മാത്രമാണ് ഹെൻറി പൂർണ്ണമായി രമ്യപ്പെട്ടത്. ജീവിതകാലത്ത് തന്നെ ജനങ്ങൾ ആർച്ച് ബിഷപ്പിനെ ഒരു പുണ്യവാനായിട്ടാണ് കരുതിയത്. ജർമ്മനിയുടെ കഠിനമായ വരൾച്ചയുടെ കാലത്ത് ആർച്ച് ബിഷപ്പ് പ്രാർത്ഥിക്കുകയും മഴയുണ്ടാവുകയും ചെയ്തു. ആശ്രമങ്ങളും ദേവാലയങ്ങളും സ്ഥാപിക്കുന്നതിൽ പ്രദർശിപ്പിച്ച ഔദാര്യം അദ്ദേഹത്തിൻ്റെ തീഷ്ണതയ്ക്ക് തെളിവാണ്. അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന ഡെയ്റ്റ്സ് ആശ്രമം പോലും അദ്ദേഹം പണിയിച്ചതത്രേ. 1074 ഗ്രിഗറി 7-ാമൻ മാർപ്പാപ്പ ഹെറിബർട്ട് മെത്രാനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വചനം പ്രഭാഷകൻ 47-ാം അധ്യായം 22-ാം വാക്യം. കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയുമില്ല. അവിടുന്ന് താൻ തെരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയുമില്ല. വിചിന്തനം. പാണ്ഡിത്യവും പരിശുദ്ധിയും തത്വദീക്ഷയും ചേർന്ന ജീവിതം ലോകം ബഹുമാനിക്കുമെന്നുള്ളതിന് തെളിവാണ് വിശുദ്ധ ഹെറിബർട്ടിൻ്റെ അനുഭവം. ആകയാൽ തത്വങ്ങൾ ബലികഴിക്കാതെ ജീവിതത്താളുകൾ അനുദിനം മറയ്ക്കുക.